സഞ്ചിയും ചാക്കൊക്കെ ആയിട്ട് എവിടേക്കാന്നല്ലേ പോയി ഗൈസ്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു റേഷൻ കടയ്ക്ക് പോകണമെന്ന്. ഞാൻ വേഗം 3-4-5 സഞ്ചിയും കവറൊക്കെ എടുത്തിട്ട് നടന്ന് എവിടെ എത്തിയെന്നറിയൂ? റേഷൻ കട എത്തി ഗൈസ്. റേഷൻ കട എത്തിയിട്ടാണ് എനിക്ക് ആ ബോധം വന്നത്. തിരിച്ചതുപോലെ നടക്കട്ടെ ഞാൻ വീട് വരെ. അതന്നെ കാര്യമൊക്കെ അതൊക്കെ തന്നെ. റേഷൻ കാർഡ് എടുക്കാനായിട്ട് മറന്നു. പിന്നെയും നടന്നു വീട്ടിലേക്ക്. അങ്ങനെ പിന്നെയും റേഷൻ കാർഡ് എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോഴും പണ്ടുള്ളൊരു പാലക്കാട് പോകാൻ പറഞ്ഞാൽ പാലക്കാട് പോകുന്നു. ഏതിനാ പോകണമെന്നുള്ള വെളിവൊന്നും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ പിന്നെ ഇതൊരു കാര്യം, ഇതൊന്ന് പാസ്സാവണമെങ്കിൽ എൻ്റെ പൊന്നോ, ചിലപ്പോൾ വയസ്സായവൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മളെ പോലെയുള്ളവരുടെയും കയ്യിൽ നിന്ന് വെച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല ഗൈസ്. അങ്ങനെ 1-2 തവണ വെച്ചിട്ടാണ് എനിക്കും റെഡി ആയത്. മിക്കവാറും വിനുവേട്ടൻ തന്നെയാണ് പോവാറ്. പക്ഷേ ഇടയ്ക്ക് തലക്കൊക്കെ വെച്ചിട്ട് ഞാനും പോകും. നമ്മളൊന്ന് ഇടയ്ക്ക് പോകുന്നതൊക്കെ നല്ലതല്ലേ. അപ്പോൾ എന്നെപ്പോലെ ഈ തെറ്റുകൾ പറ്റിയിട്ടുള്ളവർ എത്ര പേരുണ്ടാവും എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ റേഷൻ കടയ്ക്ക് ഈ ചാക്കും കവറൊക്കെ പിടിച്ചിട്ട് പോകാമെന്ന് പറയണേ. ഇപ്പം നിസ്സാരം പോണു വാങ്ങിക്കണോ വരണോ ഇപ്പം നമുക്ക് ആ വിഷയമല്ല ഗൈസ്. അപ്പോൾ എപ്പോഴും പോലെ ഇത്തവണ നമുക്കിപ്പോൾ 2 മരയുടെ മണ്ണെണ്ണ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ അറിയിക്കണേന്ന് ചിലവർ ചോദിക്കും. ഇരിക്കട്ടെ, എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടി നിങ്ങൾ കണ്ടു എന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ കൂടി ഇതൊക്കെ എനിക്കൊരു രസം, എനിക്കൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ. അപ്പോൾ അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മുന്നോട്ടുള്ള എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻസിലൂടെ തന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ സെറ്റല്ലേ എല്ലാവരും? അപ്പോൾ ഓക്കെ ഗൈസ്.